ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പോൾ ഞാൻ ഇന്നൊരു പ്രോഗ്രാമിന് പോകട്ടോ. കോഴിക്കോടാണ് പ്രോഗ്രാം. ഞാൻ നല്ല ലൈവിൽ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഞാനും കുട്ടികളും ആട്ടോ പോണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കട്ടെ, നല്ല നല്ല കമൻസ് ഒക്കെ ഇടാം. അപ്പോൾ നമുക്ക് പോവാട്ടോ. ഞാൻ ഇവിടുന്ന് മക്കരപ്പറമ്പക്ക് ബസ് മലപ്പുറത്തേക്ക് ബസ് കിട്ടുകയാണെങ്കിൽ മലപ്പുറത്തേക്ക്, അല്ലെങ്കിൽ പോണ ഓട്ടോറിക്ഷ മക്കരപ്പറമ്പ് കിട്ടുകയാണെങ്കിൽ മക്കരപ്പറമ്പ് ഇറങ്ങിയിട്ട് അവിടുന്ന് ചിലപ്പോൾ കോഴിക്കോട് ബസ് കിട്ടും. അപ്പം അങ്ങനെ പോവാട്ടോ. ഓക്കെ, അപ്പം ഞങ്ങളെല്ലാവരും പോയിട്ട് വരാം കേട്ടോ. ഞാൻ പറ്റണമെങ്കിൽ അവിടുന്ന് ലൈവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയോട്ടെ, ബസ് വണ്ടി കിട്ടും. അപ്പോൾ 10 മണികളെ നമുക്ക് തടത്തിൽ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് സ്കൂൾ തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ബസ്സിൽ കയറുന്ന വീഡിയോസൊന്നും ഞാൻ മാക്സിമം എടുക്കുന്നില്ല, കാരണം തിരക്കായിരിക്കും. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. പിന്നെ ഇക്കാക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇക്കാക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ടാണ് ഇക്ക വരായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സാട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ മോള് റയ്യാൻ കേട്ടോ. 10 മണികളെ നമ്മളിവിടെ എത്തിയിട്ടോ. ഇവിടെ കോഴിക്കോട് കൈരളി തിയേറ്ററിൽ വെച്ചിട്ടാട്ടോ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ സൈഫു കാക്കാനെയും നിസാർ കാക്കാനെയും കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാക്കയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരലും ഓരോ കാണലും കൊണ്ടോട്ടിന്ന് ഞാസർക്കട്ടതാ സൈഫു കാക്ക. ഇവരാട്ടോ നമ്മളെ ആൽബത്തിലത്തെ പാട്ടൊക്കെ എഴുതിയിട്ടുള്ളത്. പ്രൊഡ്യൂസർ ഇവരാണ്, എഴുതിയതൊക്കെ വരാട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറ്റുകയാണെങ്കിൽ അവിടുന്ന് പ്രോഗ്രാമിൻ്റെതൊക്കെ ഫുള്ള് ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഞങ്ങളിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള എത്തിയിട്ട് നമ്മൾ സന ബസ്സിനാട്ടോ വന്നേ. നാസർക്ക കൊണ്ടോട്ടിട്ടോ. ഞാൻ ഇവിടെ എത്തലും ഇവരൊക്കെ വരലും ഉറപ്പാട്ടോ. പിന്നെ നമ്മളെ നിസാർ കാക്കാരെ കാണിച്ചുതരാം. നമ്മളെ നിസാർക്ക, നമ്മളെ സ്വന്തം നിസാർ വടകര, സൈഫ് വടക്കാങ്ങര, സഫ്വാന വടക്കാങ്ങര. സഫ്വാന പുതിയ ഗായികയാണ്, നല്ല അടിപൊളി ഗായിക. നമ്മളെ പുതിയ ആൽബം നമ്മൾ ചെയ്യുന്ന പുതിയ ഷോർട്ട് ഫിലിം ഉണ്ട്, നിലച്ചിരിക്കാതെ എന്ന ഷോർട്ട് ഫിലിം. ഇതിൽ ഞാനാണ് അത് എഴുതിയിരിക്കുന്നത്. ഇത് പാടിയത് നിസാർക്കാനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. നില്ലടി കുഴിയിലെ എഴുതിയ ആളാണ്. പിന്നെ ഒരുപാട് പാട്ടുകൾ, മോഹമാണ് സജിന, അങ്ങനെ എന്തൊക്കെയാണ് ഒന്ന് പറയാം. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിസാർ വടകര എല്ലാവരും സഫ്വാനെ സപ്പോർട്ട് ചെയ്യുക. ഇന്നെ ആരും സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഫേമസ് ആകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ എന്നെ ആരും നോക്കണ്ട. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണ്ട, യൂട്യൂബ് ഫോളോ ചെയ്യണ്ട, ഒരിക്കലും ബെൽ ബട്ടൺ ഇതൊന്നും അടിക്കരുത് കേട്ടോ. ഞാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ്. ഷാൻ ഡിജിറ്റൽ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആരും അത് ഫോളോ ചെയ്യരുത്, ബെൽ ബട്ടൺ ആക്കരുത്. ഓക്കെ ഫോളോ ആക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഉള്ളിലേക്ക് പോട്ടെട്ടാ, അവിടുന്ന് കാണിച്ചു. അപ്പോൾ 10 മണികളെ ഇത് സിനിമ തിയേറ്റർ ആട്ടോ, കൈരളി സിനിമ തിയേറ്ററാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹാളുണ്ട്, അവിടെ വെച്ചിട്ടാട്ടോ പ്രോഗ്രാം. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എത്തിയ സമയത്തൊന്നും ഒരുപാട് ആളുകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്തി. പിന്നെ ഞാൻ തുഞ്ചൻപറമ്പ് തിരൂര് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് അവിടുന്ന് കണ്ട് 2-3 ആൾക്കാർ ഞാൻ അവിടുന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ നിസാർ കാക്കാനോട് ഒരുപാട് നന്ദി. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ വാഷ്റൂം. അപ്പോൾ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ആയി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിററിലൊക്കെ എന്തൊക്കെയോ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെയറൊക്കെ ഒന്ന് ശരിയാക്കി. പിന്നെ അവിടെ എല്ലാവരും പാടെ ഒന്ന് സംസാരിച്ചുകൊണ്ട് കേട്ടോ. അവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ, നിസാർ കാക്കാൻ അറിയണ ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടോ ഹാളിലോട്ട്. ബാലാമണില്ലേ? അപ്പോൾ ഇത് ഒരു പാട്ടുകാരിയാണ്. ഞാനിവിടെ വന്നിട്ട് പരിചയപ്പെട്ടോ. അപ്പോൾ 10 മണികളെ നമ്മൾ ഇതിൻ്റെ ഹാളിൻ്റെ ഉള്ളിലോട്ട് വന്നു കേട്ടോ. നമ്മളെ ഒരു ലൈലത്തുണ്ടായിരുന്നു. ലൈലത്താണ് നമ്മളെല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. സ്റ്റേജിൻ്റെ മുന്നിലോട്ട് നമ്മൾ സ്റ്റേജിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ, നിസാർ കാക്ക, വൈഷ്ണവി, സൈഫുക്ക. പിന്നെ ഓരോ പ്രോഗ്രാമൊക്കെ തുടങ്ങി കേട്ടോ. അടിപൊളിയായിരുന്നു. ഇവർ രണ്ടാളാണ് ആദ്യം പാട്ട് പാടി കേട്ടോ. ആ ചേട്ടനും ചേച്ചി നല്ലോണം പാട്ട് പാടും കേട്ടോ, അടിപൊളിയാണ്. പിന്നെ കോറസായിട്ട് എനിക്കറിയണ പാട്ടായതുകൊണ്ട് ഞാൻ കോറസായിട്ട് പാടിക്കൊടുത്തു കേട്ടോ കൂടെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാപ്പിളപ്പാട്ട് അടിപൊളിയായിരുന്നു. ഈ ചേച്ചി നല്ലോണം ഡാൻസ് കളിക്കൂട്ടോ, ആ ചേട്ടൻ നല്ലോണം കളിക്കൂട്ടോ, അടിപൊളിയായിരുന്നു.
പിന്നെ നമ്മൾ സ്റ്റേജിൽ വന്ന് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു കേട്ടോ, കാരണം മന്ത്രിമാരും അവരൊക്കെ വരുന്നേനു. അപ്പോൾ നമ്മളോട് തൽക്കാലം ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതുപോലെ ഈ ഇത്താനെ ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടു കേട്ടോ, പേര് എനിക്ക് ഓർമ്മയില്ല. അത്ത സൗദിയിലാട്ടോ. അപ്പോൾ ലീവിന് എന്തിനോ വന്നാണ്. അപ്പോൾ മുന്നിലിരിക്കണവരൊക്കെ അധികം പാട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നിസാർക്കൊക്കെ സെൽഫിയും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. പിന്നെ ഈ മോള് പിന്നെ വീണ്ടും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മന്ത്രിമാരൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആള് നല്ലോണം ഡാൻസ് കളിക്കും കേട്ടോ. അയാളെ പ്രായത്തിനനുസരിച്ച് അത്യാവശ്യം പ്രായമുണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ല അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ട്. ഏതായാലും നല്ല രസമുണ്ട് അവരെ ഡാൻസൊക്കെ. പിന്നെ പ്രസംഗവും കാര്യങ്ങളൊക്കെ. ആ കൂട്ടായ്മയിൽ അംഗങ്ങൾ ആദരവ് നൽകുന്ന MLA ആണ്. സാറ് അത് ആദരിക്കുന്നത് അതിനു വേണ്ടി രണ്ടുപേരെ ക്ഷണിക്കും. MLAയും കാക്കുലി സാറും കൂടെയാണ്. രണ്ടുപേരും നമ്മുടെ വിനു വണ്ടുവിനായി ആദരിക്കുകയാണ്. അടുത്ത ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ തിരക്കുള്ള ആളുകൾ പ്രിയപ്പെട്ട. പിന്നെ മന്ത്രിമാരൊക്കെ പോയതിന് ശേഷം വീണ്ടും ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഏത് പാട്ടാന്നുള്ളതൊക്കെ. പടവാള് മിഴിയുള്ളോള്. അപ്പോൾ ഞാനും നിസാർക്കാക്കയും ഡുവറ്റായിട്ടോ പാടുന്നത്. അപ്പോൾ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് പാടാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പാട്ട് പാടുന്ന ഇടയിൽ ഒരുപാട് ആളുകൾ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പാട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ആളുകൾ ഡാൻസ് കളിക്കുക. അപ്പോൾ ഞാൻ പരമാവധി നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി ഇങ്ങനെ പാടാനൊക്കെ പറ്റിയതിൽ. ഹായ് പ്രിയരെ, അസ്സലാമു അലൈക്കും. ഇവിടെ കോഴിക്കോട് കാരുണ്യ സ്പർശങ്ങളുടെ പിന്നെ വോയിസ് ഓഫ് വടകറിൻ്റെ ബാനറിൽ ഒരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി ഇങ്ങനെ വൈകിട്ട് വരെ ഉണ്ട്. ഒരു എൻജോയ്മെൻറ്റ് പരിപാടിയാണ്. പ്രശസ്തരായിട്ടുള്ള കുറേ ഗായകർ ഇവിടെ വന്നു. പിന്നെ മന്ത്രിമാർ അതേപോലെ കുറേ ആളുകൾ ഇനിയും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി ആസ്വദിക്കുന്ന എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം. നിറഞ്ഞ് പ്രോത്സാഹനം നമ്മുടെ സപ്പാനത്ത്, അതേപോലെ ഇത് പിന്നെ എന്താ പറയുക, ഇതിൻ്റെ സംഘാടകർക്കൊക്കെ നല്ല റിക്വസ്റ്റ് ചെയ്യാം. വളരെ സ്നേഹത്തോടെ നിസാർ വടകര. താങ്ക് യു. ഞാനൊരു പാട്ട് പാടിയിട്ടോ. ഞാനും സർക്കാരിലൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇനിയൊരു പാട്ട് പാടും. അവിടുത്തെ ഞാനൊരു ഗായികനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പേരെന്താ? വൈഷ്ണവി. വീട് വടകര അല്ലേ? വടകരയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവിടെ ചില സമയത്ത് പാട്ട് എന്നോട് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈഷു, അതേപോലെ തന്നെ സഫ്വാൻ, സൈഫ് വടകര, ഒത്തിരി പേര് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പാടാനെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ പാട്ടുകളൊക്കെ പാടി അടിച്ചു പൊളിക്കല്ലേ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഭാഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഗാനത്തിന് ശബ്ദം നൽകാനായിട്ട് വോയിസ് ഓഫ് അടിച്ചു പൊളിക്കും.
പിന്നെ ഇവിടെ ഒരുപാട് ഗായകന്മാർ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അവർക്ക് എനിക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ വോയിസ് മ്യൂസിക് കൊടുക്കാത്തത് കേട്ടോ, അവർ പാടണമൊന്നും. ഓക്കെ, പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടോ, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റേജിലോട്ട് വന്ന് അങ്ങനെ ഞാൻ ഒരുപാട് പാട്ട് പാടി കേട്ടോ, നല്ല അടിപൊളി പാട്ട്. നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഞാനിനി ഫ്രണ്ടിൽ തന്നെയാണ് KSRTC സ്റ്റാൻഡ്, അങ്ങോട്ട് പോകണം. അവിടുന്ന് ബസ് കിട്ടും മലപ്പുറത്തേക്ക്. അപ്പൊ നമ്മള് അങ്ങോട്ട് ക്രോസ് ചെയ്യട്ടോ റോഡ്. നമ്മളിവിടെ KSRTC സ്റ്റാൻഡിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതോട്ട് വാ. അപ്പോൾ ഗൈസ് ഞാനേ KSRTC സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കാരണം പ്രൈവറ്റ് ബസ്സിൽ പോവാൻ വിചാരിച്ചിട്ടോ. കാരണം എന്താ വെച്ചാൽ KSRTC ആകുമ്പോൾ മക്കൾക്ക് 2 പേർക്ക് ഫുള്ള് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് മാത്രമുള്ള ബഡ്ജറ്റിൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോണ ഓട്ടോയൊക്കെ എത്തിയിട്ടാവും പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രോഗ്രാമൊക്കെ അടിപൊളിയാണ് മക്കളെ, സൂപ്പറാണ്. ഞങ്ങൾ ഓട്ടോ ഇറങ്ങി പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ഒരുപാട് ബസ്സുണ്ട്, നോക്കട്ടെ. മലപ്പുറം പോണ ബസ് വേണം. എനിക്ക് ബസ് കിട്ടിട്ടോ, പ്രൈവറ്റ് ബസ് കിട്ടി. പാലക്കാട് ബസ്സാണ് കയറിക്കണത്, മലപ്പുറത്ത് ഇറങ്ങും. ഓക്കെ, അപ്പോൾ സീറ്റ് കിട്ടിയിട്ടോ. ഞങ്ങൾ 3 സീറ്റ് കിട്ടി. ഇനി ആരെയും വന്ന് നീച്ചെടുക്കണമെന്നൊന്നും അറിയില്ല, തിരക്ക് കൂടെ ചിലപ്പോൾ കുട്ടികൾ നീച്ചെടുക്കേണ്ടി വരും. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, വീഡിയോ ഇനി അങ്ങോട്ട് എടുക്കണില്ല, കുറേ ലെങ്ത് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ബസ്സിൽ പോകണമെന്നും കാണിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ 5:30 ബസ് എടുക്കുക. അപ്പോൾ ഓക്കെ, ഞാനിനി ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം നാളെ നമ്മളെ ട്രെയിലർ ഇറങ്ങും കേട്ടോ. ഞാനിതിൽ സ്റ്റോറി ഇടാം, റീൽസൊക്കെ ഇടാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ.